യുദ്ധാന്തരീക്ഷത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ നിറവേറ്റുകയും രാജ്യമെമ്പാടും ഓടി നടന്ന് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ജീവൻ പേടിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ബംഗറിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ടാവാം ഒരു പാക് എംപി പാകിസ്ഥാൻ പാർലമെന്റിൽ ഇരുന്ന് ഉറക്ക നിലവിളിച്ചത്. അള്ളാഹുവേ, ഞങ്ങളുടെ രാജ്യത്തെ കാത്തു രക്ഷിക്കണമേ, അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ആ നിലവിളിയിൽ പാകിസ്ഥാന്റെ നിസ്സഹാവസ്ഥ, ഭീരുത്വം വ്യക്തമാണ്. ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം തടഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടതോടെ മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമാകുമോ എന്ന് ഭയന്ന് പല ലോകരാഷ്ട്രങ്ങളും ചാടിയിറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ വിഷയമേ അല്ല, അവരെന്തെങ്കിലും ചെയ്യട്ടെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും പാകിസ്ഥാനുമായി നല്ല ബന്ധവുമുള്ള സൗദി അവരുടെ വിദേശകാര്യ സഹമന്ത്രിയെ അടിയന്തരമായി ഇന്നലെ രാത്രി ഡൽഹിയിലേക്ക് അയച്ചു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഡൽഹിയിലുണ്ട്. സമ്മർദ്ദം ചെലുത്തുന്നവരോട് ഇന്ത്യ പറയുന്നത് ഇന്ത്യ ആക്രമിക്കുന്ന രാജ്യമല്ല, പ്രതിരോധിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ചാക്രമിക്കും. അതുകൊണ്ട് പാകിസ്ഥാനോട് മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി പിന്മാറാൻ പറയാനാണ്. പാകിസ്ഥാൻ അത് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നൽകാൻ പോകുന്നത് സമാനതകളില്ലാത്ത വിലയായിരിക്കും. 65ലോ 71ലോ യുദ്ധാന്തരീക്ഷത്തിലേക്ക് നീങ്ങാനാണ് ലക്ഷ്യമെങ്കിൽ പാകിസ്ഥാൻ ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ്. നഷ്ടപ്പെടാൻ പോകുന്നത് ഇന്ത്യ കണ്ണുവെച്ചിരിക്കുന്ന, ഇന്ത്യയുടെ സ്വന്തമായിരിക്കുന്ന, പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന അധിനിവേശ കശ്മീർ ആയിരിക്കും. ആ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കി മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും കഴിയൂ. ഇത് തിരിച്ചറിഞ്ഞ് പിന്മാറിയാൽ പാകിസ്ഥാന് ഉള്ള മാനം കാക്കാൻ പറ്റും.